പ്രിയ ഉദ്യോഗാർത്ഥികളെ, പുതുവത്സരാശംസകൾ. 2024 ഏവർക്കും വിജയകരമായൊരു വർഷമായി ഭവിക്കട്ടെ. പുതുവത്സര സമ്മാനം എന്ന നിലയ്ക്ക് ഒരു പുത്തൻ തൊഴിലവസര വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. പൊതുമേഖല ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഓഫീസർ തസ്തികകളിലേക്ക് 274 വേക്കൻസികൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സും ജനറലിസ്റ്റ് ഓഫീസേഴ്സിനും വേക്കൻസികളുണ്ട്. അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നാളെ ജാനുവരി 2, 2024 ആരംഭിക്കും. അവരുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. വെബ്സൈറ്റ് അഡ്രസ്സെല്ലാം ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നാളെ ജാനുവരി 2, 2024 മുതൽ 22/1/2024 വരെ ഉണ്ടായിരിക്കും. ഫേസ് 1, ഫേസ് 2 2 എഴുത്തു പരീക്ഷകളാണുള്ളത്. ഫേസ് 1 എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രിലിമിനറി എക്സാമിനേഷനാണ്. അതിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. മെയിൻസ് അതും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അതിൻ്റെയും ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്ക് ഡോക്ടേഴ്സ്, MBBSകാർക്ക് ലീഗൽ, ഫിനാൻസ്, ആക്ച്വറിയൽ, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്, ഹിന്ദി ഓഫീസേഴ്സ്, ഇങ്ങനെ ആണ് തസ്തികകളുള്ളത്. അതുപോലെ ജനറലിസ്റ്റിന് 130 വേക്കൻസി ഉണ്ട്. എല്ലാവരുടെയും ക്വാളിഫിക്കേഷനും ഒക്കെ ഞാൻ അറിയിക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സ് പോസ്റ്റിന് MBBS ആണ്. ലീഗൽ ഗ്രാജുവേഷൻ ഇൻ ലോ. ഇത് നിങ്ങൾ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കുക. ജനറലിസ്റ്റ് ഓഫീസേഴ്സിന് ഗ്രാജുവേഷൻ വിത്ത് 60%, SC/ST കാൻഡിഡേറ്റ്സിന് 55%. ഇതാണ് വേണ്ടത്. ഇനി അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടേണ്ട കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/12/2023 ഡിസംബർ 1 നിങ്ങൾ എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തസ്തികൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഏജ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായം. അതും 1/12/2023. 21 വയസ്സ് തികയണം, 30 വയസ്സ് തികയാൻ പാടില്ല. ആസ് ഓൺ 1/12/2023. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഡിഫറെൻറ്റ് കാറ്റഗറീസിനുണ്ട്. അതെല്ലാം നോട്ടിഫിക്കേഷനിൽ സാധാരണ ഉള്ളവർ തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഞാൻ എക്സാമിലേക്ക് കടക്കാം. ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, ഒരു മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ദെൻ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഇൻ്റർവ്യൂവും ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ ഇംഗ്ലീഷ്, റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ബാങ്ക് ടെസ്റ്റ് പോലെ തന്നെ 30 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 മിനിറ്റ്, സെപ്പറേറ്റ്ലി ടൈംഡ് ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. റീസണിംഗ് 35 ക്വസ്റ്റ്യൻ 20 മാർക്ക്, 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കുള്ളത്. 1 മണിക്കൂറാണ് പരീക്ഷ. ഇതൊരു എലിമിനേഷൻ ടെസ്റ്റ് ആയിട്ട് കരുതിയാൽ മതി. ഇതിൽ വിജയിക്കുന്നവരാണ് മെയിൻസിന് വിളിക്കുന്നത്. ജനറലിസ്റ്റിന് മെയിൻസ് എക്സാമിനേഷൻ 250 മാർക്കാണ്, 250 ചോദ്യങ്ങൾ. റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എല്ലാം 50 ചോദ്യം വെച്ച് എല്ലാത്തിനും 50 മാർക്ക് വെച്ച്. ഇത് 80, 120, 180 3 മണിക്കൂർ പരീക്ഷയാണ് ഉള്ളത്. 3 മണിക്കൂറാണ് പരീക്ഷ. ജനറലിസ്റ്റിനും സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനും ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത്. റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവ കൂടാതെ അതാത് മേഖലയിൽ നിന്നുള്ള പരീക്ഷയും കൂടെ ഉണ്ട്. അപ്പോൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ നമ്പറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. സ്പെഷ്യലിസ്റ്റ് ആ സ്ട്രീമിലുള്ള ചോദ്യങ്ങൾ 50 എണ്ണം 50 മാർക്ക്, ബാക്കിയെല്ലാം 40 ചോദ്യങ്ങൾ വെച്ച് 40 മാർക്ക് വെച്ചാണ്. സമയത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാം സെപ്പറേറ്റ്ലി ടൈംഡ് ആയിരിക്കും. ഇതിന് മേൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടാകും മെയിൻസിന്. അതിലുമെല്ലാം പാസ്സായി വരുന്നവർക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തിയാണ് തൊഴിൽ ഫൈനൽ സെലക്ഷൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു നല്ല അവസരമായി കണ്ട് നന്നായി പഠിക്കുക. ബാങ്ക് പരീക്ഷയുടെ അതേ പ്രിപ്പറേഷൻ തന്നെ. ജാനുവരി 22, 2024 ലാസ്റ്റ് ഡേറ്റ്. അവസാന ദിവസം വരെ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. നന്നായി പഠിക്കുക. 2024 നിങ്ങളുടെ വിജയവർഷമായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.